12-ാം വയസ്സിൽ ബന്ധുക്കൾ ഉപേക്ഷിച്ചതു മുതൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയ ഒരു പാവം അനാഥ പെൺകുട്ടിയിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. കുട്ടിക്കാലം മുതൽക്കേ അതികഠിനമായ ദുരിതങ്ങളോട് പൊരുതി ജീവിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് ലഭിച്ച വീട്ടുജോലി അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. അന്നത്തെ കാലത്തൊരു ജോലി ഉണ്ടാവുക എന്നതുവരെ വലിയ കാര്യമാണ്. എന്നാൽ അവളുടെ ആൺ യജമാനൻ അവളെ നിരന്തരം ശല്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടർന്നപ്പോ ആ വീട്ടിലെ യജമാനത്തി അവളെ ക്രൂരമായി തെരുവിലേക്ക് തള്ളിവിട്ടു. സ്വന്തമെന്ന് പറയാൻ ഒരിടവുമില്ലാതെ അവൾ പൂർണ്ണമായും ഒറ്റപ്പെടുകയായിരുന്നു. ഒരു ദിവസം മുഴുവൻ തെരുവുകളിലൂടെ അലഞ്ഞുതിരിഞ്ഞ ശേഷം കയ്യിലുണ്ടായിരുന്ന നാണയത്തുട്ടുകൾ ഉപയോഗിച്ച് അവൾ ചെറിയൊരു കഷ്ണം അപ്പം വാങ്ങി അത് തിന്നാൻ തുടങ്ങിയപ്പോഴാണ് ഭവനരഹിതരായ ഒരു അമ്മയും മകളും അവളുടെ മുമ്പിലൂടെ നടന്നുപോയത്. ആ ചെറിയ പെൺകുട്ടി കൊതിയോടെ ആ ഭക്ഷണത്തിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോ വിശന്ന് വലഞ്ഞിരുന്നിട്ടും ആ ദയാലുവായ സ്ത്രീ ആ അപ്പം ആ കുട്ടിക്ക് കൊടുത്തു. നീലി എന്നായിരുന്നു അവളുടെ യഥാർത്ഥ പേര്. താൻ അറിയാതെ തന്നെ അവളുടെ കാലടികൾ നിരാശരായ സ്ത്രീകൾ അണിനിരക്കുന്ന പരിചിതമായ ഒരു ഇരുണ്ട തെരുവിലേക്ക് അവളെ കൊണ്ടെത്തിച്ചു. പഴയൊരു പരിചയക്കാരി അവളെ വിളിച്ചു. നാളത്തെ ആഹാരത്തിന് എന്ത് ചെയ്യുമെന്നതിനെക്കുറിച്ച് യാതൊരു നിശ്ചയവുമില്ലാതെ ദുരുദ്ദേശങ്ങളോടെ മാത്രം നിൽക്കുന്ന ഒരു പുരുഷനെ അഭിമുഖീകരിച്ച നീലി വിജനമായൊരു കോണിലേക്ക് സ്വയം തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ അനുവദിച്ചു. കഠിനമായ സാമ്പത്തിക മാന്ദ്യത്തിൽ അമർന്ന ആ ഒരു ലോകത്ത് സ്വന്തം വയർ വിശപ്പടക്കാൻ ആ ശിക്ഷാർഹമായ ജീവിതം മാത്രമായിരുന്നു അവൾക്ക് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി. നീലി രാത്രി മുഴുവൻ നടന്നു. അവളുടെ ആത്മാവിന് അല്പം സമാധാനം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ 10 വർഷത്തിലേറെയായി കൈവശം സൂക്ഷിച്ചിരുന്നൊരു പുസ്തകം അവൾ തുറന്ന് വീണ്ടും വായിച്ചു. എന്നാൽ ഭവനരഹിതർക്കിടയിൽ അതിജീവനം എന്നതുപോലും കടുത്ത മത്സരമായിരുന്നു. നീലി തന്റെ ഉറക്കസ്ഥലം കവർന്നുവെന്ന് ആരോപിച്ച് ഒരു പ്രായമേറിയ സ്ത്രീ അവളെ ഉറക്കെ ശപിക്കുകയും തള്ളിമാറ്റുകയും ചെയ്തു. മാറാൻ നീലി വിസമ്മതിച്ചപ്പോ ആവൃത്ത് അവളെ ക്രൂരമായി ആക്രമിക്കുകയും അവളുടെ വിലയേറിയ പുസ്തകം പിടിച്ചെടുത്ത് ചെളിയിലേക്ക് എറിയുകയും ചെയ്തു. ഈ കഠിനമായ പോരാട്ടം വഴിപോക്കനായ ഒരു റെഡ് ക്രോസ് പ്രവർത്തകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം നീലിയെ സമീപിച്ച് അവൾക്ക് വായിക്കാനറിയാമോ എന്ന് ചോദിച്ചു. അറിയാം എന്നവൾ ആത്മവിശ്വാസത്തോടെ മറുപടി നൽകി. അപ്പോൾ യുദ്ധമുഖത്തെ ലോജിസ്റ്റിക് സപ്പോർട്ട് വർക്കറായി അദ്ദേഹം അവൾക്കൊരു ജോലി വാഗ്ദാനം ചെയ്തു. പെട്ടെന്ന് അവളുടെ ജീവിതം മാറിമറിഞ്ഞു. ഭീകരവും അക്രമാസക്തവുമായ യുദ്ധങ്ങൾക്ക് തൊട്ടുപിന്നാലെ പരിക്കേറ്റവരോ മരിച്ചവരോ ആയ പടയാളികളെ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരഞ്ഞുപിടിക്കാൻ അവൾ കുന്നിൻ മുകളിലേക്ക് മാർച്ച് ചെയ്യാൻ തുടങ്ങി. ആ ഭയാനകമായ ജോലി അവളുടെ ചെറിയ മെലിഞ്ഞ ശരീരത്തിന് അത്യധികം ക്ഷീണമുണ്ടാക്കിയെങ്കിലും നീലി പല്ലുറമ്മി മുന്നോട്ട് കുതിച്ചു. ഒരു നിമിഷം പോലും വിശ്രമിക്കാനില്ലാതെ ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയ അവൾ തീ കൂട്ടാനും ഭക്ഷണം പാകം ചെയ്യാനുമായി ഉടൻ അടുക്കളയിലേക്ക് ഓടി. എന്നിരുന്നാലും അവൾക്ക് വലിയൊരു ആത്മസംതൃപ്തി തോന്നി. ഇവിടെ ഒടുവിൽ അവൾക്ക് ചൂടുള്ള ഭക്ഷണവും തലചായ്ക്കാൻ ഒരിടവും സുരക്ഷിതത്വവും ലഭിച്ചിരിക്കുന്നു. ഒരു ദിവസം വൈകുന്നേരം കഠിനമായ ജോലിക്ക് ശേഷം നീലി തന്റെ മുറിയുടെ വാതിൽ തുറന്നു. ഭയന്നു വിറച്ച ഒരു യുവതിയോട് ഒരു പടയാളി മോശമായി പെരുമാറുകയായിരുന്നു. നീലി ആ പടയാളിയെ രോഷത്തോടെ വഴക്കു പറഞ്ഞു ഇടനാഴിയിലേക്ക് തള്ളിവിടുകയും ചെയ്തു. അക്രമാസക്തവും രക്തരൂക്ഷിതവുമായ ഒരു കലാപത്തിൽ നിന്നാണ് താനും പിതാവും രക്ഷപ്പെട്ടതെന്ന് ആഘാതത്തിലായ ആ യുവതി വിശദീകരിച്ചു. ആ അരാജകത്വത്തിൽ അവളുടെ പിതാവിന് ജീവൻ നഷ്ടപ്പെടുകയും റെഡ് ക്രോസ് അവളെ ഏറ്റെടുക്കുകയുമായിരുന്നു. നീലിയുടെ ആ ദയയിൽ ആശ്വാസം കണ്ടെത്തിയ ആ യുവതി തന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തിക്കൊണ്ട് അവളോട് സംസാരിച്ചു. അവൾ ഒന്നും മറച്ചുവെച്ചില്ല. അമാലി എന്നായിരുന്നു അവളുടെ പേര്. മരിക്കുന്നതിനു മുമ്പ് ബോർഡോയിൽ വസിക്കുന്ന സമ്പന്നനും ഉന്നതകുല ജാതനുമായ ഒരു സുഹൃത്ത് തനിക്കുണ്ടെന്ന് അവളുടെ പിതാവ് അവളോട് പറഞ്ഞിരുന്നു. പിതാവിന്റെ ഔദ്യോഗിക ശുപാർശക്കത്ത് ഉപയോഗിച്ച് അവരുടെ സംരക്ഷണം തേടുന്നതിനു മുമ്പ് കുറച്ചു ദിവസം വിശ്രമിക്കാൻ അമാലി പദ്ധതിയിട്ടു. അവളുടെ പിതാവ് കരുതിവെച്ച വിലയേറിയൊരു കുടുംബ സ്മരണികയും അവൾ നീലിയെ കാണിച്ചു. ആരുമില്ലാത്ത നീലിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കാനാളുണ്ടായിരുന്ന അമാലി ഭാഗ്യവതിയായിരുന്നു. പെട്ടെന്ന് ജനലിന് തൊട്ടുവെളിയിൽ വലിയൊരു ബോംബ് പൊട്ടിത്തെറിച്ചു. പരിക്കേറ്റവരെ ചികിത്സിക്കാൻ ഉപരിതലത്തിലേക്ക് തിടുക്കപ്പെട്ട് ഓടുന്നതിനു മുമ്പ് നീലി അമാലിയെ എയർ റെയ്ഡ് ഷെൽട്ടറിലേക്ക് വേഗത്തിൽ നയിച്ചു. സെക്കൻഡുകൾക്ക് ശേഷം അടുത്ത ഘട്ടത്തിലുള്ള വിനാശകരമായ ആക്രമണം ആ ക്യാമ്പിൽ പതിച്ചു. നീലിയൊടുവിൽ ഷെൽട്ടറിലേക്ക് തിരികെ ഇറങ്ങിയപ്പോ അമാലി മാരകമായ മുറിവേറ്റ് തറയിൽ നിശ്ചലയായി കിടക്കുന്നത് കണ്ടു. മരിക്കാറായ ആ പെൺകുട്ടിയുടെ തൊട്ടടുത്ത് ആ പൊൻനിറത്തിലുള്ള ശുപാർശക്കത്ത് കിടക്കുന്നുണ്ടായിരുന്നു. നീലി അത് തുറന്നു. അവളുടെ മനസ്സിൽ ധീരവും എന്നാൽ നിരാശാജനകവുമായ ഒരാശയം മുളപൊട്ടി. രക്തം പുരണ്ട തന്റെ ജോലി വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി യഥാർത്ഥ അവകാശിയെ ലോകത്തുനിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷയാക്കാൻ അവൾ തീരുമാനിച്ചു. അമാലിയുടെ കഴുത്തിൽ നിന്ന് അവളുടെ അടയാളമായ പ്രത്യേകമാല അവൾ പൊട്ടിച്ചെടുത്ത് തന്റെ കയ്യിൽ വെക്കാൻ ശ്രമിച്ചു. ആ മാല പക്ഷെ തെറിച്ചു നിരിപ്പോടിലേക്ക് വീണു. ആ നിമിഷം തന്നെ അടുത്തടുത്ത് വരുന്ന ശത്രു സൈനികരുടെ ശബ്ദം ഹാൾവേയിൽ പ്രതിധ്വനിച്ചു. പരിഭ്രാന്തിയായ നീലി മാല തിരികെയെടുക്കാൻ കത്തുന്ന തീജ്വാലകളിലേക്ക് കൈനീട്ടി. അതവളുടെ ഉള്ളംകൈയിൽ മായാത്തൊരു മുറിവുണ്ടാക്കി. ശത്രു സൈനികർ വാതിൽ തള്ളി തുറന്നകത്ത് കയറിയപ്പോൾ കട്ടിലിൽ കിടക്കുന്ന ജീവനറ്റ ശരീരം ഫ്രഞ്ച് നേഴ്സായ അമേലിയുടേതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താൻ നിഷ്പക്ഷ
ഏകപക്ഷീയായ ഒരു സിസ് പൗരയാണെന്ന് നീലി ബുദ്ധിപൂർവ്വം അവകാശപ്പെട്ടു. അവളുടെ സമയോചിതമായ ആ ചിന്ത അവളുടെ ജീവൻ രക്ഷിച്ചു. ശത്രുക്കൾ ക്യാമ്പ് പിടിച്ചടക്കി. അതോടെ യുദ്ധമേഖല വിട്ടുപോകാൻ അവർ അവൾക്കൊരു ട്രാവൽ പാസ് വാഗ്ദാനം ചെയ്തു. 2 ആഴ്ചകൾക്ക് ശേഷം നീലി ബോർഡോയിലെ മാഡം മെലിയോനോറിന്റെ ആഡംബര എസ്റ്റേറ്റിലേക്ക് എത്തി. തന്റെ പരേതനായ പിതാവെഴുതിയ ഹൃദയസ്പർശിയായ കത്ത് മാഡം മെലിയോനോറിന് അവൾ കൈമാറി. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തെഴുതിയ കത്ത് വായിച്ചുടൻ മാഡം മെലിയോനോർ ആ പെൺകുട്ടിയുടെ വ്യക്തിത്വത്തിൽ യാതൊരു സംശയവുമില്ലാതെ അവളെ കെട്ടിപ്പിടിച്ചു. ഒറ്റപ്പെടലും കൂട്ടുകെട്ടിനായുള്ള ആഗ്രഹവും കാരണം ആ സമ്പന്നയായ സ്ത്രീ നീലിയോട് ഒരു നോവലിൽ നിന്നുള്ള ഒരു ഭാഗം വായിക്കാൻ ആവശ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ദുരിതങ്ങളെ അതിജീവിച്ച് ഒരു ജീവിതം രൂപപ്പെടുത്തിയ നീലിയുടെ തികച്ചും വികാരഭരിതമായ വായന മേഡം മെലിയോനോറിനെ കണ്ണീരണിയിച്ചു. അതോടെ താൻ കെട്ടിയിരിക്കുന്ന ആവേശം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ കളിക്കണം എന്ന് നീലി കൃത്യമായി കണക്കുകൂട്ടി. ആ പ്രായമായ സ്ത്രീയുടെ തോളിൽ നിന്ന് ഊർന്നുപോയൊരു പട്ടുശാൽ അവൾ ശ്രദ്ധാപൂർവം ക്രമീകരിച്ചു. മാഡം മെലിയോനോറിന് അവളോടുള്ള ആഴത്തിലുള്ള സ്നേഹം അതോടെ അവൾ ഉറപ്പിക്കുകയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് നീലിയുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിച്ചു. പട്ടിണി കിടന്ന ഒരു തെരുവ് വേലക്കാരിയിൽ നിന്ന് ആഡംബരവും പരിചരണവും ഉന്നത സമൂഹത്തിലെ പ്രത്യേക സൽക്കാരങ്ങളിലേക്കുള്ള ക്ഷണങ്ങളും കൊണ്ട് അനുഗ്രഹീതയായ ബഹുമാനിക്കപ്പെടുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയായി അവൾ മാറി. മാഡം മെലിയനോറിന് ജൂലിയൻ എന്നു പേരുള്ള സുന്ദരനായ ഒരു അനന്തരവനുണ്ടായിരുന്നു. തന്റെ പതിവ് സന്ദർശന വേളകളിൽ നീലിയുടെ ശാന്തമായ പെരുമാറ്റത്തിലും മൂർച്ചയുള്ള തത്വചിന്താപരമായ ഉൾക്കാഴ്ചകളിലും അവന് വല്ലാത്ത ആകർഷണം തോന്നി. ഒരു ഉച്ച കഴിഞ്ഞ് സാഹിത്യത്തെക്കുറിച്ച് ആവേശത്തോടെ ചർച്ച ചെയ്യുന്നതിനിടയിൽ ജൂലിയൻ പെട്ടെന്ന് കൈനീട്ടി അവളുടെ കൈകളിൽ പിടിച്ചു. തന്റെ ഉള്ളം കൈയിലെ ദുരൂഹമായ പൊള്ളലേറ്റ പാടിലേക്ക് അവൻ തുറച്ചു നോക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ പരിഭ്രാന്തിയായ നീലി കൈ പിന്നിലേക്ക് വലിച്ച് വേഗത്തിൽ ഗ്ലൗസുകൾ ധരിച്ചു. തന്റെ മുഖം മൂടി അടിഞ്ഞു വീഴുമോ എന്നവൾ ഭയന്നു. ജൂലിയന് സംശയം അവശേഷിച്ചു. പിന്നീട് സ്വിറ്റ്സർലാൻഡിൽ വളർന്ന കുട്ടിക്കാലത്തെക്കുറിച്ച് അവൻ നീലിയോട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ നീലിയാകട്ടെ മനസാന്നിധ്യം കൈവിട്ടില്ല. തലേ ദിവസം രാത്രി എസ്റ്റേറ്റിലെ സ്വകാര്യ ലൈബ്രറിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിനെ കുറിച്ചുള്ള ഒരു ഭൂമിശാസ്ത്ര പുസ്തകം അവൾ കാണാതെ പഠിച്ചിരുന്നു. ആ പുസ്തകത്തിൽ നിന്ന് അവൾ കരസ്ഥമാക്കിയ വിവരങ്ങൾ ഉപയോഗിച്ച് അവൾ അവന്റെ ചോദ്യങ്ങൾക്ക് കഷ്ടിച്ച് മറുപടി നൽകി. പിന്നീട് ഗ്രാമീണ മേഖലയിൽ നിന്ന് കാട്ടുപച്ചക്കറികൾ ശേഖരിക്കുന്നതിനിടയിൽ അപൂർവമായ ചില സസ്യങ്ങളുടെ പേരുകൾ നീലി യാദർച്ഛികമായി മേഡത്തിനോട് പറഞ്ഞു. അമാലിയെപ്പോലെ സംരക്ഷിക്കപ്പെട്ട് വളർന്ന ഒരു സമ്പന്ന പെൺകുട്ടിക്ക് ഇത്തരം സാധാരണ അറിവുകൾ ഉണ്ടാകാൻ ഒരു വഴിയുമില്ലെന്ന് മേഡത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നീലി ആ പേരുകൾ അങ്ങനെ പറഞ്ഞപ്പോ എലീനോറ നമ്പരെന്നു. ഒരു ഗ്രാമീണ പെൺകുട്ടിയിൽ നിന്നാണ് താൻ പ്രകൃതിയിലെ ഇവയെക്കുറിച്ചൊക്കെ പഠിച്ചതെന്ന് നീലി അവകാശപ്പെട്ട് പെട്ടെന്ന് നുണ പറഞ്ഞു. സംശയം പൂർണ്ണമായും ഇല്ലാതാക്കാൻ താൻ വായിച്ചറിഞ്ഞ ചടലമായൊരു സ്വിസ് ഫോൺ നാടോടി നൃത്തം അവതരിപ്പിച്ച് നീലി അവരുടെ ശ്രദ്ധ തിരിച്ചു. പ്രധാന വേലക്കാരൻ തികഞ്ഞ അവിശ്വാസത്തോടെ അത് നോക്കി നിൽക്കെ ആ മനോഹരിയായ പ്രായമായ സ്ത്രീയെ അവൾ പുൽത്തകടിയിലൂടെ കറക്കി നൃത്തം ചെയ്യിച്ചു. എന്നാൽ നീലിയുടെ ഭൂതകാലം അവളെ ഇപ്പോഴും വേട്ടയാടുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഗർഭിണിയായ ഒരു യുവ വേലക്കാരിയെ മേഡം മെലിയനോർ ക്രൂരമായി വഴക്കു പറയുന്നതും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതും അവൾ നോക്കിക്കണ്ടു. അതിജീവനത്തിനായി പാടുപെടുന്ന പാവപ്പെട്ട തൊഴിലാളികളോട് അനുഭൂതി കാണിക്കാൻ ഉന്നത സമൂഹത്തിലെ പ്രഭുക്കന്മാർക്കൊരിക്കലും കഴിയില്ലെന്ന് നീലി അപ്പോൾ തിരിച്ചറിഞ്ഞു. അന്ന് രാത്രി ഇരുട്ടിൽ കരയുന്ന ആ വേലക്കാരിയെ നീലി രഹസ്യമായി കണ്ടു. ദയാലുവായ ആ റെഡ് ക്രോസ് പ്രവർത്തകന്റെ വിലാസം നീലി അവൾക്ക് നൽകി. അതവളെ തെരുവുകളിൽ നിന്ന് രക്ഷിക്കും എന്ന് നീലി പ്രതീക്ഷിച്ചു. ആ വേലക്കാരിയെ പുറത്താക്കുന്നത് കണ്ട നീലി തന്റെ മനോഹരമായ പുതിയ ജീവിതം ഒരു നുണയിൽ കെട്ടിപ്പടുത്ത് എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന ഒരു സ്വപ്നമാണെന്ന് മനസ്സിലാക്കി. 3 മാസങ്ങൾക്ക് ശേഷം ആ സ്വപ്നം ജീവനുള്ള ഒരു ദുരന്തമായി മാറി. ഒരു വലിയ കുടുംബസംഗമത്തിനിടയിൽ മേഡം മെലിയനോർ നീലിയെ തന്റെ ഉന്നത വൃത്തത്തിനു മുമ്പിൽ ഔദ്യോഗികമായി പരിചയപ്പെടുത്തി. തന്റെ കുടുംബത്തിലെ അംഗമായി, മകളായി, യഥാർത്ഥ അവകാശിയായി പ്രഖ്യാപിച്ചു. എന്നാൽ നീലി അതിഥികൾക്ക് പുസ്തകം വായിച്ചു കൊടുക്കെ അങ്ങോട്ടേക്ക് ഒരതിഥി കടന്നു വന്നു. ഇരുളിൽ നിന്ന് ദുരൂഹമായൊരു വിളറിയ രൂപം. നീലി ആ സ്ത്രീയുമായി കണ്ണുകൾ കോർത്തു. ആ സ്ത്രീയെ കണ്ടതും തികഞ്ഞ ആഘാതത്തിൽ അവൾ ബോധരഹിതയായി വീണു. 6 മാസം മുമ്പ് ട്രെഞ്ചുകളിൽ വെച്ച് മരിച്ചുവെന്ന് നീലി കരുതിയ യഥാർത്ഥ അമാലിയായിരുന്നു അത്. അവൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട് അവളെ തിരഞ്ഞ് കണ്ടെത്തിയിരിക്കുന്നു. നീലി തന്റെ കിടപ്പുമുറിയിൽ ഉണർന്നപ്പോൾ തന്റെ കളിയൊക്കെ അവസാനിച്ചു എന്ന് കരുതി രാത്രിയുടെ മറവിൽ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. എന്നാൽ മേഡം മെലിയനോർ വാതിലിന് പുറത്ത് കാവലുണ്ടായിരുന്നു. അവളുടെ ആരോഗ്യത്തെക്കുറിച്ച് കടുത്ത ആശങ്കാകുലയായി അവർ കിടക്കയിലേക്ക് മടങ്ങി വിശ്രമിക്കാൻ അവളെ നിർബന്ധിച്ചു. താഴെ ഡൈനിങ് റൂമിൽ യഥാർത്ഥ അമാലി മീഡിയം മെലിയനോറിനെ എതിരിട്ടു. തന്റെ യഥാർത്ഥ വ്യക്തിത്വം അലറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ മേഡം മെലിയനോർ ആ അപരിചിതയെ വിശ്വസിക്കാൻ പൂർണ്ണമായും വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല തന്റെ
ആളുകളെ കൊണ്ട് വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കുകയും ചെയ്തു. എന്നാൽ ജൂലിയന് എന്തോ രഹസ്യമുള്ളതായും എന്തോ പ്രശ്നമുള്ളതായും തോന്നി. അവൻ രഹസ്യമായി യഥാർത്ഥ അമാലിയെ തടഞ്ഞു നിർത്തുകയും അവിടുത്തെ ഒരു പ്രാദേശിക പള്ളിയിൽ സുരക്ഷിതമായി താമസിക്കാൻ വേണ്ട സൗകര്യമൊരുക്കുകയും ചെയ്തു. സ്ഥിരമായ ഒരു തെറ്റുവരുത്തുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ അമ്മായിയോട് അപേക്ഷിച്ച് അവൻ എസ്റ്റേറ്റിലേക്ക് തിരികെയോടിയെത്തി. അവർ തമ്മിലുള്ള സംസാരം വാതിലിന് പിന്നിൽ നിന്ന് നീലി കേട്ടിരുന്നു. പ്രഭാതത്തിൽ യഥാർത്ഥ അമാലിയെ എതിരിടാൻ നീലി പള്ളിയിലേക്ക് ധൃതിയിൽ പോയി. സ്ഫോടനത്തിൽ അമാലി മരണപ്പെട്ടുവെന്ന് താൻ ആത്മാർത്ഥമായി വിശ്വസിച്ചു. അതുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ചത് എന്നവൾ കണ്ണീരോടെ അമാലിയോട് ഏറ്റുപറയുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. മേഡം മെലിയനോർ ഇപ്പോൾ തന്നെ സ്നേഹിക്കുന്നുവെന്നും ആ പ്രായമായ സ്ത്രീയുടെ ഹൃദയം തകർക്കാൻ തനിക്ക് കഴിയില്ലെന്നും അവൾ അമാലിയോട് അപേക്ഷിച്ചു. സാഹചര്യം മനസ്സിലാക്കണം എന്നും റിക്വസ്റ്റ് ചെയ്തു. തന്റെ പോക്കറ്റ് മണി മുഴുവൻ അടങ്ങിയ ഒരു വലിയ എൻവലപ്പ് അമാലിയുടെ കൈകളിലേക്ക് കൊടുത്ത നീലി, അമാലി ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ പ്രതിമാസം താൻ അവൾക്ക് വൻതുക അയക്കാം എന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ അമാലിക്ക് തന്റെ ജീവിതം, തന്റെ ഐഡന്റിറ്റി ആയിരുന്നു തിരികെ വേണ്ടിയിരുന്നത്, അല്ലാതെ ദാനമൊന്നുമായിരുന്നില്ല. ദേഷ്യം വന്ന അവൾ തന്റേതായതെല്ലാം താൻ തിരിച്ചുപിടിക്കുമെന്ന് ആക്രോശിച്ചു. മൂർച്ചയുള്ള ഒരു വെള്ളിപ്പാത്രം എടുത്ത് അവൾ നീലിയുടെ മുഖത്തേക്ക് നേരിട്ടെറിഞ്ഞു. നീലിയുടെ മുഖത്ത് അത് മുറിവുണ്ടാക്കി. രക്തമൊഴുകിയപ്പോ ആ മുറിവിൽ അള്ളിപ്പിടിച്ച് അവൾ പള്ളിയിൽ നിന്നിറങ്ങിയോടിപ്പോയി. എസ്റ്റേറ്റിൽ തിരിച്ചെത്തിയവൾ ആ മുറിവ് ഒരു ചെറിയ വരച്ചിൽ മാത്രമാണെന്ന് മനസ്സിലാക്കി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു തന്ത്രപരമായ പദ്ധതി രൂപപ്പെട്ടു. നീലി ഒരു കത്തിയെടുത്ത് സ്വന്തം മാംസത്തിലേക്ക് നീലി ആഴ്ത്തി വരച്ചു. ശരീരത്തിൽ മുറിവുകൾ തീർത്തു. പിന്നാലെ മറ്റുള്ളവരെ അറിയിച്ച് അതിനെല്ലാം ഡ്രസ് ചെയ്തു. ആ മുറിവ് അത്യാവശ്യം വലുതായി മാറിയിരുന്നു. ഭ്രാന്തിയായ ഒരു അപരിചിത തന്നെ പിന്തുടരുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു എന്നായിരുന്നു നീലി എല്ലാവരോടും നുണ പറഞ്ഞത്. ആ സ്ത്രീ അപകടകരമായ രീതിയിൽ മാനസികാസ്വാസ്ഥ്യമുള്ളവളാണെന്നും ഒരുപക്ഷെ ഏതെങ്കിലും ഭ്രാന്താലയത്തിൽ നിന്ന് ചാടിപ്പോയതാകാമെന്നും അവൾ അവകാശപ്പെട്ടു. മാഡം മെലിയനോറിന്റെ വൻ സമൂഹ സ്വാധീനത്തിന്റെ പിൻബലത്തിൽ പോലീസ് മേധാവി നേരിട്ട് അമാലിയെ അറസ്റ്റ് ചെയ്തു. ഉയർന്ന സുരക്ഷയുള്ള ഭ്രാന്താലയത്തിൽ അടയ്ക്കുകയുമുണ്ടായി. ആഘാതത്തിലായ തന്റെ മകളെ ആശ്വസിപ്പിക്കാൻ മേഡം മെലിയനോർ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട വിലമതിക്കാനാവാത്ത ഒരു പരമ്പരാഗത ബ്രോച്ച് നീലിക്ക് സമ്മാനിച്ചു. ആ മനോഹരമായ ആഭരണത്തിലേക്ക് നോക്കിയ നീലിക്ക് വലിയൊരു നാണക്കേട് തോന്നി. ഈ സുന്ദരിയായ സ്ത്രീയുടെ ഉപാധികളില്ലാത്ത വിശ്വാസം അവൾക്ക് ഒരു ശ്വാസം മുട്ടിക്കുന്ന ഭാരമായി മാറുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഒരാഴ്ചയായി കാണാതായ ജൂലിയന്റെ ഒരു രഹസ്യകത്ത് നീലിയുടെ കൈവശം ലഭിച്ചു. വരികൾ വായിച്ചപ്പോ അവളുടെ ഹൃദയമെടുപ്പ് വേഗത്തിലായി. നീലിയെ ജോലിക്കെടുത്ത റെഡ് ക്രോസ് പ്രവർത്തകനെ കണ്ടെത്താൻ ജൂലിയൻ യുദ്ധമേഖലയിലേക്ക് നേരിട്ട് യാത്ര ചെയ്തിരുന്നു. സത്യം പുറത്തു വരാനിരിക്കുന്നു. തന്റെ സംശയങ്ങൾ സ്ഥിരീകരിക്കാൻ ജൂലിയൻ പാരീസിലേക്കും തിരിച്ചു കഴിഞ്ഞു. ഇതിനെപ്പറ്റിയൊന്നും മേഡം മെലിയനോർ അറിയുന്നുണ്ടായിരുന്നില്ല. നീലിയെ സുഖപ്പെടുത്താൻ എന്ന വണ്ണം മേഡം മെലിയനോർ വലിയ ആവേശത്തിൽ ഒരു കടലോര വെക്കേഷൻ ആസൂത്രണം ചെയ്തു. നീലിക്കപ്പോൾ കടുത്ത ഭയം തോന്നി. ജൂലിയൻ മടങ്ങിയെത്തുന്ന നിമിഷം തന്നിൽ നിന്ന് പട്ടുവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റപ്പെടുകയും വീണ്ടും തെരുവിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും. അതവൾ കുറപ്പായിരുന്നു. തോട്ടത്തിൽ പോയി പിരിമുറുക്കം നിറഞ്ഞ ഒരു നടത്തത്തിനു ശേഷം അവൾ മടങ്ങി വന്നു. മേഡം മെലിയനോർ ശ്വാസം മുട്ടി സോഫയിലേക്ക് വീഴുന്നത് അവൾ കണ്ടു. റെഡ് ക്രോസിൽ നിന്നുള്ള തന്റെ പരിശീലനത്തിന്റെ ഓർമ്മകൾ ഉപയോഗിച്ച് നീലി ഒരു ഫ്രൂട്ട് നൈഫ് എടുത്ത് മേഡം മെലിയനോറിന്റെ കയ്യിലെ സിര വിദഗ്ധമായി മുറിച്ചു. അവരുടെ ജീവൻ രക്ഷിച്ച് ഒരു എമർജൻസി മെഡിക്കൽ രക്തസ്രാവ ചികിത്സ നടത്തി. പ്രധാന വേലക്കാരൻ അപ്പോഴായിരുന്നു അകത്തേക്ക് വന്നത്. അദ്ദേഹം ഈ പ്രക്രിയ നോക്കിക്കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. ഒരു പാവമായ സമ്പന്നയായ ഉയർന്ന സമൂഹത്തിലെ സ്ത്രീക്ക് യുദ്ധമുഖത്തെ ഒരു നഴ്സിന്റെ ശാന്തവും കൃത്യവുമായ മെഡിക്കൽ അറിവുകൾ ഉണ്ടാകാൻ ഒരു വഴിയുമില്ല. പിന്നെ അമാലി ഇത് എങ്ങനെ ചെയ്തു എന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. ഒരാഴ്ചയ്ക്ക് ശേഷം രോഗിയായി മാറിയ അമ്മായിയെ പരിചരിക്കാൻ ജൂലിയൻ തന്റെ പാരീസ് യാത്ര പെട്ടെന്ന് റദ്ദാക്കി എസ്റ്റേറ്റിലേക്ക് മടങ്ങിയെത്തി. നീലി സ്വയം ശാന്തയാകാൻ ഒരുപാട് ശ്രമിച്ചു. അവൻ അടുത്തേക്ക് വരുമ്പോ തോട്ടത്തിൽ പോയി നിശബ്ദമായി അവൾ ജോലി ചെയ്തു. ജൂലിയൻ അവളെ ശാന്തമായ വനത്തിലേക്ക് കൂടെ ക്ഷണിച്ചു. സത്യം പറയാൻ അവളോട് ആവശ്യപ്പെട്ടു. എന്നാൽ നീലി തികഞ്ഞ നിശബ്ദത തിരഞ്ഞെടുത്തു. ഈ മനോഹരമായ പറദീസ ഒരു ദിവസം കൂടി ആസ്വദിക്കാൻ, അനുഭവിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ കഠിനമായി മാറുകയായിരുന്നു. യഥാർത്ഥ അമാലി ഭ്രാന്താലയത്തിൽ നിന്ന് ചാടിപ്പോരുകയും ഇരുട്ടിന്റെ മറവിൽ എസ്റ്റേറ്റ് വളപ്പിൽ കടക്കുകയും ചെയ്തു. നീലി മേഡം മെലിയനോറിന് പുസ്തകം വായിച്ചു കൊടുക്കുമ്പോൾ അവളുടെ നുണകളുടെ കഠിനമായ ഭാരം അവളെ തകർത്തു. അവൾ വായനയുടെ ഇടയിൽ പൊട്ടിക്കരഞ്ഞു. അന്നു രാത്രി തന്നെ അമാലി ആ എസ്റ്റേറ്റിലെ ഇരുട്ട് നിറഞ്ഞ അടുക്കളയിലേക്ക് പതിയെ നീങ്ങി. തിളച്ച വെള്ളം നിറഞ്ഞ ഒരു കനത്ത ബക്കറ്റ് എടുത്ത് നീലിയുടെ മേത്തൊഴിക്കാൻ, അവളെ പരിക്കേൽപ്പിക്കാൻ ഉദ്ദേശിച്ച് അവളുടെ
കിടപ്പുമുറിയിലേക്കെന്ന പോലെ അമേലി ഗോവണി കയറി ചെന്നു. നീലി സമയത്തിന് അമേലിയുടെ നിഴൽ കാണുകയും തിളച്ച വെള്ളം തന്റെ ദേഹത്ത് പതിക്കാതെ എഴുന്നേറ്റ് രക്ഷപ്പെടുകയും ചെയ്തു. അമേലി അവിടെ ഓടിയിരുന്നു. നീലി അന്നുറക്കെ അലറി വിളിച്ചു. നിലവിളി കേട്ട് മേഡം എലിയനോർ ഓടിയെത്തി വിറയ്ക്കുന്ന നീലിയെ കെട്ടിപ്പിടിച്ചു. എസ്റ്റേറ്റിന് കാവൽ നിൽക്കാൻ മേഡം തന്റെ ജീവനക്കാർക്ക് ഉത്തരവ് കൊടുത്തു. മേഡം എലിയനോറിന് തന്നോടുള്ള പരിശുദ്ധവും കഠിനവുമായ സ്നേഹം കണ്ട് നീലി തകർന്നു പോവുകയായിരുന്നു. അവൾക്കിനിയും ഒരു നുണയുടെ ഭാരവും പേറി ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. പ്രഭാതത്തിൽ എന്നേക്കുമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ അവൾ ഒരു ബാഗ് പാക്ക് ചെയ്തു. താൻ പോയി കഴിഞ്ഞാൽ അമാലിക്ക് മടങ്ങിയെത്തി അവൾക്കർഹമായ സ്ഥാനം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ അവൾ വലിയ ഗോവണിയുടെ അടുത്തെത്തിയപ്പോ ജൂലിയൻ അവളുടെ വഴി തടഞ്ഞു. ഇതിനിടയിൽ എസ്റ്റേറ്റിൽ നിന്ന് വേലക്കാർ രക്ഷപ്പെടാൻ ശ്രമിച്ച അമേലിയെ പിടികൂടി കൊണ്ടുവന്നിരുന്നു. കടന്നു കയറാൻ ശ്രമിച്ച അമേലിയെ കൊണ്ടുപോകാൻ മേഡം എലിയനോർ അവിടെ എത്തിയ പോലീസിനോട് ആവശ്യപ്പെട്ടു. അമാലി നിലവിളിക്കുന്നതും പോരാടുന്നതുമൊക്കെ കണ്ട നീലി തന്റെ സ്വന്തം ദാരുണമായ ഭൂതകാലം മുന്നിലോർത്തു. വേട്ടയാടപ്പെടുന്നതിന്റെയും പാവപ്പെട്ടവളായിരിക്കുന്നതിന്റെയും പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെടുന്നതിന്റെയും ഭയം, സ്വന്തം വ്യക്തിത്വം പോലും നഷ്ടപ്പെടുമ്പോൾ അനുഭവത്തിൽ വരുന്ന വല്ലാത്തൊരു ഭയം. പിന്നാലെ മുന്നോട്ട് വന്ന നീലി യഥാർത്ഥ സത്യങ്ങൾ എല്ലാവരോടുമായി അവിടെ വെച്ച് വെളിപ്പെടുത്തി. ദുരൂഹത അവസാനിച്ചതോടെ നീലി നിശബ്ദമായി എസ്റ്റേറ്റ് കവാടത്തിന് വെളിയിലേക്ക് നടന്നു. അവരുടെ ജീവിതത്തിൽ നിന്നും അവൾ എന്നേക്കുമായി പടിയിറങ്ങുകയായിരുന്നു. മുകളിലെ മുറിയിൽ മേഡം എലിയനോർ കൈകളിൽ മുഖം പൂഴ്ത്തി ഏറെ വേദനയോടെ കരഞ്ഞു. താൻ വഞ്ചിക്കപ്പെട്ടു. എങ്കിലും തന്റെ ഒറ്റപ്പെട്ട ലോകത്തേക്ക് വെളിച്ചം കൊണ്ടുവന്ന ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് തടയാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. മനസാന്നിധ്യം വീണ്ടെടുത്ത് മേഡം എലിയനോർ യഥാർത്ഥ അമാലിയെ തന്റെ സ്റ്റഡി റൂമിലേക്ക് വിളിച്ചു. നീലി തന്റെ ജീവൻ രക്ഷിക്കുകയും ആത്മാവിനെ സുഖപ്പെടുത്തുകയും ചെയ്തതിനാൽ തന്റെ ഹൃദയത്തിൽ നീലിക്കെപ്പോഴും ഒരു യഥാർത്ഥ മകളുടെ സ്ഥാനമുണ്ടായിരിക്കും എന്നവർ അവളോട് വളരെ സാവധാനം പറഞ്ഞു. തുടർന്ന് മേഡം എലിയനോർ തന്റെ അവസാന വിൽപത്രം തയ്യാറാക്കി. അമാലിക്കായി മേഡം എലിയനോർ ഒരു വലിയ എസ്റ്റേറ്റ് നിയമപരമായി എഴുതി കൊടുത്തു. അവൾക്കവിടെ സ്ഥിരമായും സുഖമായും ജീവിക്കാൻ പറ്റും. അതിനുവേണ്ട സമ്പാദ്യവും അവളിലേക്ക് എത്തിച്ചേരും. അത് വാങ്ങി നിനക്കിവിടുന്ന് പോകാം. തനിക്ക് കിട്ടുന്ന ആ വലിയ സമ്പത്തിൽ സംതൃപ്തിയായ അമാലി ആ അവകാശങ്ങളും വാങ്ങി തിരിഞ്ഞു നോക്കാതെ ആ എസ്റ്റേറ്റ് വിട്ടുപോയി. അടുത്ത ദിവസം നീലി ബോർക്കോഡോക്കിൽ പാരീസിലേക്കുള്ള ഒരു കപ്പൽ ടിക്കറ്റ് വാങ്ങാൻ നിൽക്കുകയായിരുന്നു. ഒരു ക്രൂരമായ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ ജനിച്ച സാമൂഹിക വർഗത്തിന്റെ അടിച്ചമർത്തലുകൾക്കെതിരെയും കേവലമായ അതിജീവനത്തിനു വേണ്ടിയും പോരാടാൻ നിർബന്ധിതയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയും തമ്മിലുള്ള അതിരുകൾ എവിടെയും നിലനിന്നിരുന്നില്ല. അവളുടെ യാത്ര ഏറെ ദാരുണമായിരുന്നു. എന്നാൽ ഒടുവിൽ സ്നേഹിക്കപ്പെടുക അതെന്തെന്ന് അവൾ തീർച്ചയായും തിരിച്ചറിഞ്ഞിരിക്കുന്നു. നീലി അവിടെ നിൽക്കെ അങ്ങോട്ടേക്ക് മേഡം എലിയനോർ എത്തി. എലിയനോർ നീലിയെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോവാൻ ആരംഭിച്ചു. അവൾക്കായി താൻ എഴുതിയ വിൽപത്രവും അവളുടെ പക്കലുണ്ടായിരുന്നു. നീലിയോട് മേഡം അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. നീലിയെ തന്റെ മകളായി ദത്തെടുക്കാൻ ഒരുപക്ഷെ അവർ തീരുമാനിച്ചിട്ടുണ്ടാവണം. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ സിനിമ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.